സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുമെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി. ഏകോപന സമിതി ഇല്ലാതാക്കാൻ ചില രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വർക്കിംഗ് പ്രസിഡന്റ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വ്യാപാരം ജീവനോപാധിയാക്കിയ വിഭാഗത്തിന്റെ സംരക്ഷണമാണ് ഏകോപന സമിതിയുടെ ലക്ഷ്യം. ഏകോപന സമിതിയുടെ ശക്തിയെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്തെങ്കിലും ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ വ്യാപാരി വ്യവസായികളാണ് ആ നിലയിലേക്ക് മാറിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്, നന്നായി സംഘടനാ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ വരാൻ പോകുന്ന കഴിഞ്ഞ 2024 വർഷത്തെ നിങ്ങളെ ഇവിടെ ധനസഹായങ്ങളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ 10-15 കോടി രൂപയാണ് ഇവിടെ വിതരണം ചെയ്യാൻ സാധിച്ചത്. കുറച്ചൊന്നുമല്ല, നമ്മളെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതാണ്. വരും ടൈമിലേക്ക് 50 കോടി രൂപയുടെ വികസന പാഠം ഇവിടെ പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഒരു വ്യാപാര സംഘടനയാണ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് സംഘടന നിങ്ങളെല്ലാവരും പരമാവധി സംഘടനയെ സ്നേഹിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ രക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പലതും പറയാറുണ്ട്. ഒന്നും സംഘടന പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയിൽ ഗവൺമെന്റ് പലപ്പോഴും വന്നിട്ടില്ല. ഇനി നമ്മളൊരു പക്ഷേ അതിനൊരു ശബ്ദം ഉയർത്തിയിരിക്കുന്നതൊക്കെ ഉണ്ട്. അതിനൊക്കെ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ അച്ചടക്കത്തോടുകൂടി സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഇവർ ചിന്താഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരാകാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിലൊന്നല്ല, നമ്മളൊരു ബലം പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. വ്യാപാരികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളെ വ്യാപാരികൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഏകോപന സമിതി സന്നദ്ധമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ 50 കോടിയുടെ സഹായ പ്രവർത്തനങ്ങൾ ഏകോപന സമിതി നടത്തുമെന്ന് ദേവസ്യ മേച്ചേരി അറിയിച്ചു. കഴിഞ്ഞ വർഷം ജില്ലയിൽ വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ 15 കോടിയിലേറെ രൂപയാണ് വിതരണം ചെയ്തത്. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി പുരത്തിൽ ബാഷിദ്, CC വർഗീസ്, ജോർജ് തോണിക്കൽ, KU വിജയകുമാർ, CK രാജൻ, PVMR നൌഷാദ്, അബ്ദുള്ള, A സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.